ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ മാറ്റി നിർത്തിയതിന് ശേഷം ബീരാൻ പറയുന്നുണ്ട്, എത്രയും വേഗം എൻ്റെ വീട്ടുകാരുമായിട്ട് ഇവിടുന്ന് പോകണം, എനിക്ക് ഈ ചടങ്ങൊന്നും മര്യാദയ്ക്ക് കൂടണമെന്നുണ്ട്, ഞാൻ വിളിച്ചത് പ്രകാരം വന്ന ആളുകളോട് പോലും എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്കിളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അശോകനങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചടങ്ങുകളൊന്നും കഴിയാതെ അവരാരും തന്നെ ഇവിടുന്ന് പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ബീരാൻ എത്രയും വേഗം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകണം, ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവും, കുബുദ്ധിയുടെ കാലത്ത് നീ ഭയങ്കര സൂത്രശാലിയല്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഇവിടുന്ന് ഒഴിവാക്കി വരണമെന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ബീരാൻ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ചെറുക്കൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. ബീരാനെ കാണുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ജീവനും കൂട്ടരും അവരെ ആരോ തല്ലിയെന്നാണ് പറഞ്ഞത്, പെണ്ണിൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോ ആണെന്നാണ് പറഞ്ഞത്, ആരാണെന്നൊന്നും അറിയില്ല, എന്തായാലും ഇവർ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കാതെ ശ്രദ്ധിക്കണം ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ ബീരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി തല്ലേ രണ്ടുപേരും, അതായത് ജീവൻ എന്ന് പറഞ്ഞാൽ അവരും അയാളുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ തല്ലിയവനെ ഞാൻ ഒരിക്കലും വെറുതെ ഇടാൻ പോകുന്നില്ല, നിങ്ങളിപ്പോൾ അനങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, അവനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബീരാന് പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം, നിങ്ങളൊന്ന് അടങ്ങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ സച്ചിയെ തല്ലിയേ മതിയാവും എന്നുള്ള ദേഷ്യത്തോട് തന്നെ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ രവിയുടെ കൂട്ടുകാരൻ അശോകനങ്ങൾ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ, അതായത് സച്ചി ഇവർ തല്ലാനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും ബീരാനും ചെറുക്കൻ്റെ അച്ഛനും ദേഷ്യം അടക്കാനാവുന്നില്ല. പെട്ടെന്ന് തന്നെ ബീരാൻ സച്ചിയെ തല്ലണം എന്ന് പറഞ്ഞു നടക്കുന്ന ജീവൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഈ പറഞ്ഞെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഇവർ പറയുന്ന സമയത്ത് ഇങ്ങ് വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന് ശേഷം നിങ്ങളെ അവൻ 2 തവണയല്ലേ തല്ലിയുള്ളത്, ഇതും കൂടെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരു തല്ലും കൂടി ഇവർക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അശോകനങ്ങൾ പറയുന്നുണ്ട്, ഇദ്ദേഹമാണ് കൊള്ളാലോ എന്ന് പറയുന്ന നേരത്തെ എൻ്റെ ഏട്ടൻ ന്യായമായ കാര്യത്തിന് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് ചെറുക്കൻ്റെ അച്ഛന് മറുപടി പറയുന്നുണ്ട്. ഇതിനടുത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ജീവൻ വന്നിട്ട് അവനാണ് എന്നെ തല്ലിയത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇനി എന്ത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒഴിവാക്കും എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും തൻ്റെ പാർക്കിലെ ഫ്രണ്ടിനോടായിട്ട് ഫോണിൽ വിളിച്ച് പറയാനായിട്ട്, പായസങ്ങളും 4 തരം ഉണ്ടായിരുന്നു, സദ്യയൊക്കെ കെങ്കേമമായിരുന്നു, നീയും കൂടെ വേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് എന്നതിന് ശേഷം പറയുന്നുണ്ട്, ശ്രുതി ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്രയും വേഗം ഷോറൂമിലേക്ക് പോകാൻ പറഞ്ഞതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് എത്രയും വേഗം ഷോറൂം തുറക്കണം, ശ്രുതി നീ അങ്ങോട്ടേക്ക് ചെല്ലും, ഷോറൂമിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഭയങ്കര തിരക്കാണ്, ശ്രുതി ഇപ്പം തന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ശ്രുതി മടിച്ച് നിൽക്കുമെങ്കിലും ശ്രുതിയുടെ നിർബന്ധപ്രകാരം തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ തന്നെ ശ്രുതിയോടും വരാൻ പറയുന്നുണ്ടെങ്കിലും മണവാട്ടി പെണ്ണിന് അവസാനത്തെ കുറച്ച് ടച്ചപ്പും കൂടിയുണ്ട്, അതും കൂടെ ചെയ്തിട്ട് ഞാൻ വരാം, ശ്രുതി വേഗം പൊക്കോ, ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ടെന്നാണ് ഈ പുറത്ത് കഴിച്ചോളാനായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനവിടുന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അവിടെ നേരെ ചെല്ലുന്നത് ചന്ദ്രയുടെയും രവിയുടെ അടുത്തേക്ക്. ഇതേ സമയം തന്നെ ചന്ദ്ര പെണ്ണിൻ്റെ അമ്മയോടായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ, അതായത് ചെറുക്കൻ്റെ വീട് കാണാൻ പോകുന്നതിനെ കുറിച്ച് അതേക്കുറിച്ചൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ ഒരു സമയം തന്നെ രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ, അതായത് പെണ്ണിൻ്റെ അമ്മ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി അങ്കിളും അങ്കിളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് തന്നെ അശോകനങ്കിളിൻ്റെ വീട്ടിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ആൻറ്റിയും അവിടെ വേണ്ടതല്ലേ, എത്രയും വേഗം ആൻറ്റി അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുക എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ അടിച്ച് നിൽക്കുന്നതിനാൽ രവി പറയുകയാണ്, സുധിമോള് പറഞ്ഞതിലും കാര്യമുണ്ട്, അവർക്ക് ഇത്ര പ്രായമുള്ളെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറിയത്, ഇത് ഞാൻ പോലും ചിന്തിച്ചില്ല, ചന്ദ്രൻ എത്രയും വേഗത്തിൽ നമുക്ക് അശോകൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോകട്ടെ. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ തൻ്റെ 2 പ്ലാനിങ് സക്സസ് ആയിരിക്കണം, ഇനി ബാക്കിയുള്ളത് സച്ചി രേവതിയാണ്, അവരെ എങ്ങനെ ഒഴിവാക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതുവരെ തിരഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സദ്യ വിളമ്പുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി തല്ലി 2 പേരുണ്ടല്ലോ, അവരെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നും കേട്ടോ. വേഗം തന്നെ ശ്രുതി ഇരുവരെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആദ്യമേ കാണുന്ന രേവതിയാണ്. രേവതി ഇതേ സമയം തന്നെ മറ്റൊരു ചേച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട്, രേവതി ഇവിടുത്തെ അലങ്കാരപ്പണികളെല്ലാം തന്നെ നല്ല ഭാഗ്യമാണ്, എൻ്റെ മകൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, അതുകൊണ്ട് നീ തന്നെ അലങ്കാരം ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇവർ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പറയുന്നുണ്ട്, രേവതി സൂക്ഷിക്കണം, സച്ചി തല്ലിയ 2 പേര് അവിടെയുണ്ട്, അവന്മാർ തീർച്ചയായിട്ടും പ്രതികാരം വീട്ടുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇത് ചിരിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, സച്ചേറിന് ഒരു രോമത്തിൽ പോലും നേടാൻ അവർക്ക് സാധിക്കില്ല, എന്തൊക്കെ വന്നാലും ഇവിടെ ഞങ്ങൾ പോവുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആകെ ഒരു ഐഡിയ ഉള്ളൂ, കുറച്ച് റൂട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ രേവതിയുടെ അടുത്തേക്ക് പിന്നെയും ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്,
രേവതി ചെന്ന് തമാശയ്ക്ക് പറഞ്ഞാൽ അവർ പേര് കേട്ട ഗുണ്ടകളാണെന്നാണ് മറ്റേ ചെറുക്കൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. അവർ മിക്കവാറും സച്ചിനെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, സച്ചിനെ തല്ലുക മാത്രമല്ല പറ്റിയാൽ കൊല്ലാമെന്ന് വരെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല രേവതി, ഈ ഒരു കല്യാണത്തിന് മുൻപന്തിയിൽ നിന്ന് നീയും സച്ചിൻ തന്നെയല്ലേ, അതുപോലെ തന്നെ ഈ ഒരു അടിയും ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം മുടങ്ങുന്നതിനും സച്ചി തന്നെ കാരണമായേക്കാം, എല്ലാവരും തന്നെ സച്ചിയെ കുറ്റപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോൾ രേവതിക്കും അത് ശരിയാണെന്ന് തോന്നുന്നത്. രേവതി തന്നെ പറയുന്നുണ്ട്, ഞാനും സച്ചിയേട്ടനെ കൊണ്ട് ഇതേക്കുറിച്ച് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ പ്രശ്നത്തിനൊന്നും പോകരുതെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അതിന് പ്രശ്നത്തിന് പോവുകയില്ലായിരിക്കും, പക്ഷേ അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, എത്രയും വേഗം നീ സച്ചിയെ വിളിച്ചുകൊണ്ട് പോകാൻ പറയുമ്പോഴത്തേക്കും രേവതിക്കും അത് ശരിയാണെന്ന് തോന്നുന്നത്. രേവതി വേഗം സച്ചിയുടെ അടുത്ത് ചെന്നതിന് ശേഷം ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി ഇതൊന്നും തന്നെ സമ്മതിക്കുന്നില്ലായിട്ട് അവരെ പേടിച്ച് പോകുന്ന രീതിക്കായി പോവുകയില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിൽ എൻ്റെ സച്ചിയെ എനിക്ക് നന്നായിട്ടറിയാം, സച്ചിയേട്ടൻ ധീരനാണ്, ഇപ്പോൾ പേടിച്ച് പിന്മാറിയതായിട്ടൊന്നും തോന്നുമൊന്നും വേണ്ട, ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം നമുക്ക് അശോകനങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നിർബന്ധപ്രകാരം തന്നെ സച്ചിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേ ശ്രുതി ആകെ സമാധാനത്തെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുത്തല്ലോ. ആ ഒരു ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.